വിശദമായ വാർത്തകളിലേക്ക്. കരൂരിൽ വിജയുടെ പരിപാടിക്കിടെയുണ്ടായ ദുരിതത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് വീണ് കിടക്കുമ്പോഴും വിജയ് പ്രസംഗം തുടരുന്നതാണ് ഒരു ദൃശ്യം. കരൂരിലേക്ക് വരുന്നതിനിടെ വിജയുടെ വാഹനത്തെ പിന്തുടർന്ന് യുവാക്കൾ അപകടത്തിൽപ്പെടുന്നതാണ് രണ്ടാമത്തെ ദൃശ്യം. സാജിദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, നോക്കൂ, വളരെ ഞെട്ടിപ്പിക്കുന്ന രണ്ട് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചത്. ഒന്നാമത്തേത്, യുവാക്കൾ ബൈക്കിൽ സാഹസികമായി അവർ യാത്ര ചെയ്യുന്നു, അപകടത്തിൽപ്പെടുന്നു. ഒന്നാമത്തെ ദൃശ്യം അത്. രണ്ടാമത്തെ ദൃശ്യം, ഈ ആളുകൾ കുഴിഞ്ഞു വീണ് കിടക്കുമ്പോഴും വിജയ് പ്രസംഗം തുടരുകയാണ്. അത് എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങൾ കൂടുതലായി നമുക്ക് മനസ്സിലാകുന്നത് ഈ വാഹനത്തിന്റെ പിൻസൈഡിലാണ് ഈ ആളുകൾ കുഴിഞ്ഞു വീണ് കിടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് സംഭവങ്ങളുടെയും വാർത്തകൾ എന്താണ്? അജി, വളരെ പ്രധാനപ്പെട്ട ദൃശ്യമാണ് നമ്മൾ പുറത്ത് വിടുന്നത്. ഇതിൽ ഈ വിജയ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ആളുകൾ കുഴഞ്ഞ് വീണ് കിടക്കുന്നത്. അതിൽ ഒന്നില്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളായിരിക്കാം, ഇല്ലെങ്കിൽ തിക്കിലും തിരക്കിലും ഈ മരിച്ചു വീണ ആളുകളായിരിക്കാം. എന്നാലും ആ സമയത്ത് ഈ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, വിജയ് സംസാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം ഇത് വലിയ തോതിൽ ഒരു അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി വളരെ പെട്ടെന്ന് ഈ തൃച്ചി വിമാനത്താവളം വഴി ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു. ഇതിനാണ് വലിയ വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു ദൃശ്യം. മറ്റൊന്ന്, ഇന്നലെ തന്നെ ഉള്ള ദൃശ്യമാണ്. അവിനാശിയിലായിരുന്നു ഇദ്ദേഹത്തിന് ആദ്യം പരിപാടി ഉണ്ടായിരുന്നത്. അവിനാശിയിൽ നിന്ന് കരൂരിലേക്ക് വരുന്നതിനിടെ ഉണ്ടായ ഒരു അപകടമാണ്. ഈ വിജയുടെ കാരവനെ പിന്തുടർന്ന് നിരവധി ആളുകൾ, ചെറുപ്പക്കാർ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫാൻസായ ആളുകളാണ് ഉള്ളത്. ഇതിൽ രണ്ട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഇദ്ദേഹത്തിന്റെ കാരവന്റെ താഴേക്ക് പോവുകയാണ്. അത് വലിയ അപകടം ഒഴിവായി എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ കാരവന്റെ ടയറുകൾ ബൈക്കിലൂടെ കയറി ഇറങ്ങിയെങ്കിലും യുവാക്കൾ തെറിച്ച് മാറിയത് കൊണ്ട് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഈ രണ്ടും ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ സമാനമായ ഒരു അപകടം ഈ വിജയുടെ വാഹനവും വ്യൂഹം വരുന്ന വഴിയിൽ ഉണ്ടാകുന്നു. അതിൽ ഈ വളരെ സാഹസികമായിട്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ യുവാക്കൾ വാഹനം ഓടിക്കുന്നത് ഹെൽമറ്റ് വെച്ചിട്ടില്ല, വാഹനം അമിത വേഗതയിലായിരുന്നു. നോക്കൂ, അവർ അത്ഭുതകരമായിട്ടാണ് അവിടെ രക്ഷപ്പെടുന്നത്. അത്രത്തോളം ഒരു വീഴ്ച അവിടെ സംഭവിച്ചു. മറ്റൊന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, സാജിദ്, ഈ ജുഡീഷ്യൽ ഏകാംഗ കമ്മീഷൻ ഇന്നവിടെ സന്ദർശനം നടത്തിയിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രാഥമികമായ ഒരു വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് ഈ പ്രഖ്യാപനത്തിന് ശേഷം ആദ്യം അപകടം നടന്ന സ്ഥലത്തും പിന്നീട് ആശുപത്രിയിലും സന്ദർശനം നടത്തി. ഇതൊരു പ്രാഥമിക പരിശോധന മാത്രമാണ്. ഇനി ജുഡീഷ്യൽ കമ്മീഷൻ ആയതുകൊണ്ട് തന്നെ വളരെ വിശദമായ ഒരു പരിശോധന, അത് മാസങ്ങൾ നീണ്ട പരിശോധന ഉണ്ടാകും. ജുഡീഷ്യൽ കമ്മീഷന് എത്രയാണ് കാലാവധി എന്ന് ഇതുവരെ സർക്കാർ നിശ്ചയിച്ചിട്ടില്ല. ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണങ്ങൾക്ക് പലപ്പോഴും ഒരു നടപടി ഉണ്ടാവാറില്ല എന്നുള്ളത് കൂടി നമുക്ക് അറിയാവുന്നതാണ്. സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നൽകും. പിന്നീട് ആ സർക്കാരാണ് അതിന്മേൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുക. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു പരിശോധന ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ മറ്റ് സംവിധാനങ്ങൾ കൂടി അടുത്ത ദിവസങ്ങളായി സർക്കാർ ഒരുക്കും. കൂടുതൽ പോലീസുകാരുടെയോ ഇല്ലെങ്കിൽ ഓഫീസിന്റെയോ സഹായം വേണമെങ്കിൽ അതുകൂടി തമിഴ്നാട് സർക്കാർ ഒരുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും രണ്ട് പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് മീഡിയ വൺ പ്രേക്ഷകർക്കായി ഇപ്പോൾ പുറത്തുവിടുന്നത്. ഒന്ന്, ഈ യാത്ര കടന്നു വരുന്ന സമയത്ത് യുവാക്കൾ സാഹസികമായി ബൈക്ക് ഓടിച്ച് അപകടത്തിൽപ്പെടുന്ന ദൃശ്യം. രണ്ട്, ഇന്നലെ വലിയ രീതിയിൽ തിക്കും തിരക്കും അവിടെ ഉണ്ടാകുന്നു. ഈ തിക്കും തിരക്കും ഉണ്ടായി ആളുകൾ കുഴിഞ്ഞു വീണിട്ടും വിജയ് അവിടെ പ്രസംഗം തുടരുന്ന ദൃശ്യവുമാണ്. സാജിദ് അജ്മൽ കരൂരിൽ നിന്നും പുറത്തുവിട്ടത്.